പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളിനി ലഡാക്കിലെ സംഘർഷ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട 30ഓളം CRPF ജവാന്മാർക്കടക്കം പരിക്കേറ്റ ഒരു സംഘർഷമാണ്. സംസ്ഥാന പദവിക്ക് വേണ്ടി ഉണ്ടായ സംഘർഷമാണ്. ഇപ്പോൾ ഈ സംഘർഷങ്ങൾക്ക് പിന്നിൽ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. സോനം നടത്തിയ പരാമർശങ്ങൾ യുവാക്കളെ അക്രമത്തിന് പ്രോത്സാഹിപ്പിച്ചു എന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. പ്രതിഷേധത്തിലും തുടർന്നുണ്ടായ സംഭവങ്ങളിലും ആണ് 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഗൗതമാണ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ ചേർന്നത്. ഗൗതം, അപ്പോൾ സോനം വാങ്ചുക് നടത്തിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് അക്രമത്തിന് കാരണമെന്നും ഇതൊക്കെ ആസൂത്രിത നീക്കമാണെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ പോലീസ് വെടിവയ്പ്പിലെയും നേരത്തെ തന്നെ കേന്ദ്രം ന്യായീകരിച്ചിരുന്നത് ജീവൻ രക്ഷാർത്ഥം അവർ നടത്തിയ വെടിവയ്പ്പാണ്, അങ്ങനെയാണ് 4 പേർക്ക് ജീവൻ നഷ്ടമായത് എന്നൊക്കെ. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ലഡാക്കിലെ സാഹചര്യം? ലേയിലടക്കം കർഫ്യൂ ഇപ്പോഴും തുടരുകയാണോ? സ്ഥിതിക്ക് ഏറെക്കുറെയെങ്കിലും ഒരു ശമനമായിട്ടുണ്ടോ? അത് സാധാരണ നിലയിലേക്ക് എത്തുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ഈ വിഷയത്തിൽ? ഇത് സ്ഥിതിഗതികൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കർഫ്യൂ തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ചില പ്രദേശങ്ങളിലാണ് എന്ന് മാത്രമാണ്. അതേസമയം പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉണ്ടായ രീതിയിലുള്ള പ്രതിഷേധത്തിൻ്റെ തീവ്രത കുറയുകയും ആ പ്രതിഷേധം ഒരുപക്ഷെ കെട്ടടങ്ങുകയും ചെയ്തു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ജൻസികളെ ഈ പ്രതിഷേധത്തിലേക്ക് ഇളക്കി വിട്ടത് സോനം വാങ്ചുകിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളുമാണ് എന്നുള്ള നിലയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ലഡാക്കിലുണ്ടായിട്ടുള്ള ഈ പ്രതിഷേധം, പ്രത്യേക പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ മുന്നണി പോരാളിയായി നിന്നത് സോനം വാങ്ചുങ്ങാണെന്നും സോനത്തിൻ്റെ ചില പ്രസംഗങ്ങൾ, അതായത് പല നേതാക്കളും സോനത്തോട് അത്തരത്തിലുള്ള പ്രസംഗങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ നടത്തരുതെന്നും അദ്ദേഹം നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും പരിഗണിക്കാതെ ഈ ജൻസികളെ, പ്രത്യേകിച്ച് യുവാക്കളെ ഈ പ്രതിഷേധത്തിലേക്ക് തള്ളിവിടുകയാണ് സോനം ചെയ്തത് എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലോട് കൂടിയിട്ടാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഈ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റായി തന്നെ, ഒരു പ്രസ്താവനയായി തന്നെ അത് പുറത്തിറക്കിയിട്ടുമുണ്ട്. നിലവിൽ ലഡാക്കിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്, എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് വ്യക്തമാകുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രതിഷേധത്തിനുള്ള സാധ്യത മന്ത്രാലയം തള്ളിക്കളയുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ സ്ഥിതിഗതികൾ, പ്രത്യേകിച്ച് സോനം ഉൾപ്പെടെയുള്ള ആളുകളുടെ നീക്കങ്ങളെ വളരെ ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ സേതു സൂചിപ്പിച്ച പോലെ തന്നെ ഒരു CRPF ജവാനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധക്കാർ മാറുകയും ചെയ്തതോടുകൂടിയാണ് വെടിയുതിർക്കേണ്ടി വന്നത് എന്നുള്ളൊരു വിശദീകരണം ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളിലും വെടിവെപ്പിനെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പ്രതിഷേധങ്ങൾ പൂർണ്ണ രീതിയിൽ അവസാനിച്ചിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും തീവ്രതയിൽ നിലവിൽ പ്രതിഷേധങ്ങളില്ല. ലഡാക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി സമാധാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത്. സേതു, ഓക്കെ ഗൗതം, വ്യക്തമാണ്. അപ്പോൾ ഗൗതം അമ്രകുഞ്ചമാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളൊക്കെ നൽകിയത്.